ഹേ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഡൊമിനാർ എടുത്തിട്ട് 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ 3 വർഷത്തിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ വീഡിയോ ആണിത്. ഈ ഒരു 3 വർഷത്തിനിടയ്ക്ക് നമ്മൾ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന മെയിൻ്റെനൻസ് എത്രയാണെന്നുള്ള കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും. നമ്മുടെ ഡൊമിനാർ 400ന് വന്നിരിക്കുന്ന മെയിൻ്റെനൻസ് കോസ്റ്റ് എത്രയാണെന്നുള്ള കാര്യം. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരു 400cc ആണ്. അപ്പോൾ ഈ ഒരു 400cc എത്ര മെയിൻ്റെനൻസ് വരും, അല്ലെങ്കിൽ എത്ര വന്ന് കാണും എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും. അത് പ്രത്യേകിച്ച് എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് നല്ല രീതിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഓണർ ആണെങ്കിൽ പോലും എത്ര വന്നു എന്നുള്ളൊരു കമ്പാരിസൺ ചെയ്യാനായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി കൂടി ഉണ്ടാവും. 3 വർഷത്തിനിടയ്ക്ക് നമുക്ക് വന്നിരിക്കുന്ന മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം പറയാം. നമ്മൾ ചെയ്തിരിക്കുന്ന സർവീസ് മോസ്റ്റ് ഓഫ് ദ സർവീസും നമ്മൾ കിലോമീറ്റർ ബേസ് ചെയ്തിട്ടല്ല, നമ്മൾ ടൈം ബേസ് ചെയ്തിട്ടാണ് സർവീസസ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കിലോമീറ്റർ അച്ചീവ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ടൈം പീരീഡ് അനുസരിച്ചാണ് സർവീസും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 3 വർഷം നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 36 മാസം 4 മാസം ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8 അല്ലെങ്കിൽ 9 സർവീസാണ് ഒരു ആവറേജ് വരാൻ സാധിക്കും. ഏകദേശം ഒരു 9 സർവീസ് നമുക്ക് ഏകദേശം ഒരു 9 കാൽക്കുലേറ്റ് ചെയ്യാം. ചിലപ്പോൾ 8 ആയിരിക്കാം, ചിലപ്പോൾ 10 ആയിരിക്കാം. ഇതിനിടയ്ക്ക് അങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ ഒരു 9 സർവീസ് ആവറേജ് നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ പോലും 10K എബോ വന്നിട്ടുള്ള സർവീസ് ഉണ്ട്, 5K ബിലോ വന്നിട്ടുള്ള സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒരു ആവറേജ് എമൗണ്ട് കൂട്ടാൻ പറ്റില്ല. ഞാൻ ലാസ്റ്റ് വട്ടം, കാരണം 3 വർഷമായി, അപ്പോൾ 3 വർഷത്തിനിടയ്ക്ക് എത്ര മെയിൻ്റെനൻസ് വന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോറൂമിൽ പോയിട്ട് ഞാനൊരു ഫസ്റ്റ് സർവീസ് തൊട്ട് നിലവിൽ ചെയ്തിരിക്കുന്ന എല്ലാ സർവീസിൻ്റെ ഇൻവോയ്സിന് കോപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവർക്കത് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇൻവോയ്സിൻ്റെ കോപ്പി ഒക്കെ കൈ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ബജാജിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷേ ആ ആപ്പ് വെറുതെയാണ്, ഷോറൂമുകാരും പറഞ്ഞത് വെറുതെയാണ്. കാരണം ആ ആപ്പ് എപ്പോഴോ പ്രവർത്തിച്ചതാണ്, പിന്നെ അതിൻ്റെ വിവരമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് എമൗണ്ട് എത്ര വന്നു എന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഇൻവോയ്സിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് ഞാനിപ്പോൾ എടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ നോക്കാൻ മറന്നുപോയി. സോ നമുക്കൊരു ആവറേജ് എമൗണ്ട് എത്ര വന്നു എന്നുള്ള കാര്യം നോക്കാം. ലാസ്റ്റ് 2 സർവീസിൻ്റെ എമൗണ്ട് എനിക്ക് ഏകദേശം ഓർമ്മയുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സർവീസിന് ഒരു ആവറേജ് എമൗണ്ട് ഇട്ടിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ലാസ്റ്റ് സർവീസ് നമുക്ക് ഏപ്രിലോ മെയിലോ കണ്ടായിരുന്നു ഒരു സർവീസ്. അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു 5,000 റുപ്പീസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. അതിന് മുന്നുള്ള സർവീസ് നമുക്ക് ഏകദേശം നമുക്ക് വന്നതൊരു 12,000 13,000 എന്താണ്. കാരണം അത്രയും റേറ്റ് വരാനുള്ള കാരണം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതാവേണ്ട അത്രയും പൈസ എങ്ങനെ വന്നു, വണ്ടിക്ക് എന്തെങ്കിലും മേജർ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു എന്ന്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ടയറും ഷോറൂമിൽ നിന്ന് തന്നെ ഒരുമിച്ചാണ് മാറി. അപ്പോൾ ടയറിന് തന്നെ ഒരു 6,000 അടുത്ത് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 12,000 കൂട്ടാം. പിന്നെ ലാസ്റ്റ് സർവീസിൻ്റെ ഒരു 5,000, അങ്ങനെ 17. പിന്നെ ബാക്കി ഒരു 7 സർവീസാണുള്ളത്. അപ്പോൾ ഒരു 7 സർവീസിന് നമുക്കൊരു ആവറേജ് കോസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്കൊരു 5,000 വെച്ച് കൂട്ടാം. അപ്പോൾ നമ്മൾ അങ്ങനെ കൂട്ടി കഴിയുമ്പോൾ ഒരു 5,000 ആവറേജ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 7 സർവീസിന് 5,000 വെച്ച് വന്നിട്ടുണ്ടാവില്ല. കാരണം ഫസ്റ്റ് സർവീസിന് നമുക്ക് 1000 എത്ര കണ്ടുള്ളൂ. സെക്കൻഡ് സർവീസിന് നമ്മുടെ ഇന്ന് പേയ്മെൻറ്റ് അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, 200 രൂപ അങ്ങനെ എന്താണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ സർവീസിനും 5,000 ആവറേജ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 35 രൂപ വരും. പിന്നെ ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 55 രൂപ വരും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് അഡീഷണലി ഇനി മെയിൻ്റെനൻസിൽ നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ടയർ മാറാനുണ്ട്. ഫ്രണ്ടിലത്തെ ടയർ നമ്മൾ മാറേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. നമ്മൾ മാറാതെ വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഞാനത് പറയാം. അപ്പോൾ ഇതെന്തായാലും ഈ 3 വർഷത്തിനുള്ളിൽ ഞാൻ മാറേണ്ടതാണ്. അതായത് കഴിഞ്ഞ മാസമാണ്, ഈ മാസമാണ് 3 വർഷം ആയത് വണ്ടി. അപ്പോൾ അതുകൊണ്ട് ഈ ടയർ മാറുന്നതിൻ്റെ എമൗണ്ട് കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാം. പിന്നെ ചെയിൻ സ്പോക്കറ്റ് റീപ്ലേസ്മെൻ്റ് ഉണ്ട്, അതും ഈ ആഴ്ച തന്നെ ചെയ്യാനുള്ളതാണ്. അതും ചെയ്യാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ടും കൂടി നിങ്ങൾ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-12 രൂപ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു 10 രൂപ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് വയ്ക്കാം. 3 വർഷത്തിനിടയ്ക്ക് നമ്മൾ വേറെ ചേഞ്ച് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ബാറ്ററി പുതിയത് ചേഞ്ച് ചെയ്തു. അതും റീസെൻ്റ്ലി ഒരു 4 മാസം മുന്നെയാണ് നമ്മൾ ബാറ്ററി കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ടും, പിന്നെ നമുക്ക് സിങ്ങാമിൻ്റെ ചെറിയൊരു ഇഷ്യൂ, അത് സിങ്ങാമിൻ്റെ അല്ല, നമ്മൾ ആ ചെയിൻ ടൈറ്റ് ചെയ്യുന്നുണ്ട്, അതും നമ്മൾ പുറത്ത്, ഈ ഒരു 2 വർക്ക് മാത്രമാണ് നമ്മൾ പുറത്ത് മെയിനായിട്ട് ചെയ്ത വർക്കുള്ളൂ. അപ്പോൾ അതും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 70,000 മൊത്തം കൂടി ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ ഏകദേശം ഒരു 70,000 റുപ്പീസാണ് നമുക്ക് വണ്ടിക്ക് മെയിൻ്റെനൻസ് ആയിട്ടുള്ളത്. പിന്നെ മിസ്ലേനിയസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ ക്ലീനിങ്, ലൂബിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ബേസിക് മെയിൻ്റെനൻസ് എല്ലാം കൂടി നിങ്ങൾ കൂട്ടിയിട്ട് എല്ലാം കൂടി റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3 വർഷത്തിനുള്ളിൽ ഒരു 70,000 രൂപയ്ക്കുള്ളിലാണ് നമുക്ക് വണ്ടിയുടെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കാരണം നമുക്ക് വണ്ടിക്ക് നിലവിൽ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു 3 വർഷം കൊണ്ട് വന്ന ഏകദേശം എസ്റ്റിമേറ്റ് എത്രയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറയാം. ചില ആൾക്കാർക്ക് ഈ ഒരു എമൗണ്ടൊക്കെ 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് വന്നിട്ടുണ്ടാവാം. പറയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ, വണ്ടി എത്ര രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യമാണ്.
അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയല്ല. നമ്മൾ കൂടുതലും ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ മാത്രമാണ് ഡൊമിനാർ നമ്മളങ്ങനെ എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ലോ കിലോമീറ്റർ ആണ്, ഏകദേശം ഒരു 21 കിലോമീറ്റർ അടുത്തൊന്നാണ് വണ്ടി ഓടിയിട്ടുള്ളൂ. ഒരുപാട് പേര് ഡൊമിനാർ 24 25 അവർക്ക് മൈലേജ് മാക്സിമം കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് 400-ന്. എനിക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. അത് എനിക്ക് എത്ര കിട്ടി അല്ലെങ്കിൽ എൻ്റെ ഒരു ആവറേജ് എത്രയാണെന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ ഒരു ആവറേജ് 28 ആണ് പറയുന്നത്. കൂടുതലും നമ്മൾ പ്രീമിയം പെട്രോളാണ് യൂസ് ചെയ്തത്. എന്നാലും നമ്മൾ നോർമൽ പെട്രോളും ഈയിടെയായിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് നമ്മൾ കൂടുതലും നോർമൽ തന്നെയാണ് അടിക്കാറ്. കാരണം നമ്മുടെ എക്കോണമി കൂടി കുറച്ച് ഇതായതുകൊണ്ട് നമ്മൾ നോർമലാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. പ്രീമിയമാണ് നേരത്തെ ആദ്യത്തെ ഒരു 1-2 വർഷമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രീമിയമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. പ്രീമിയത്തിൻ്റെ വില വന്നിട്ട് 110-115 വന്നാണ്. അപ്പോൾ കറക്റ്റ് മറന്നുപോയി. നോർമൽ ഏകദേശം വന്നിട്ട് 105 അപ്പോൾ നമുക്ക് രണ്ടും കമ്പൈൻ ചെയ്ത് അടിക്കുന്നതുകൊണ്ട് നമുക്കൊരു പിന്നെ 3 വർഷം മുന്നേ ഉള്ള പെട്രോളിൻ്റെ വിലയല്ല. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കൊരു ആവറേജ് 100 റുപ്പീസ് നമുക്ക് പെട്രോളിൻ്റെ വില കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ 3 വർഷത്തിനുള്ളിൽ നമ്മൾ അടിച്ച പെട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് 21 കിലോമീറ്റർ ഡിവൈഡ് ബൈ ഒരു ആവറേജ് 28 മൈലേജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 82,500 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ടാവും. വീഡിയോയുടെ കുറച്ച് ഭാഗം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്, നമ്മുടെ മൈക്ക് കണക്റ്റഡ് അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു 3 വർഷത്തിനിടയ്ക്ക് നമുക്ക് കിട്ടിയ മാക്സിമം മൈലേജ് എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ 35 മൈലേജ് കിട്ടുമെന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഹൈവേ മൈലേജ് ടെസ്റ്റ് ഏകദേശം ഒരു 160+ ഒക്കെ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോലും നമുക്ക് കുഴപ്പമില്ലാത്തൊരു 30-35 ഒരു മൈലേജ് കിട്ടുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു 33-34 എന്നാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് 35 വരെ പേഴ്സണൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ വണ്ടിക്ക് 35-ന് മേലെ കിട്ടിയ ഡൊമിനാർ ഓണേഴ്സിനെയും എനിക്കറിയാം. ഇനി അതുപോലെ തന്നെ ഏറ്റവും മിനിമം മൈലേജ് എത്രയാണ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കുറവ് മൈലേജ് വന്നിട്ടുള്ളത് 23-24 ആണ്. അത്യാവശ്യം നല്ല ഹെവി ട്രാഫിക്കിലാണ്. എനിക്കൊരു ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് 28-29 ആണ്. അപ്പോൾ ഹൈ റേഞ്ച് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 29 ഒക്കെ എനിക്ക് കിട്ടാറുണ്ട്. മൈലേജിൻ്റെ കാര്യത്തിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം 400cc കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മൈലേജിനാണ് ഈ വണ്ടി നമുക്ക് തരുന്നത്. ഞാനും ഈ ഒരു വണ്ടിയായിട്ടുള്ള ഒരു ബോണ്ടും അതുപോലെ തന്നെ 3 വർഷത്തെ ഒരുപാട് എക്സ്പീരിയൻസുകളും ഓർമ്മകളും ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മൈക്ക് ഡിസ്കണക്റ്റഡ് ആയിരുന്നുകൊണ്ട് നമുക്ക് ഇനി വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു ഇതില്ല. നിങ്ങൾക്കും കേൾക്കാൻ ഒരു പക്ഷേ വോയിസ് ഓവർ ഒരു അരോചകമായിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് പിൻ ചെയ്തിരിക്കുന്ന കമൻറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളും വണ്ടിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സമയമുള്ളവർ നിങ്ങളും അതേ ഒരു കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ 3 വർഷത്തിനടക്ക് നമുക്ക് ഏകദേശം വണ്ടിക്ക് പെട്രോൾ എക്സ്പെൻസും മെയിൻ്റെനൻസും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു 1.5 ലക്ഷത്തിനടുത്താണ് ഏകദേശം 3 വർഷം കൊണ്ട് നമുക്കായിട്ടുള്ളത്.